നമ്മൾ ഗ്രോസറി ബിസിനസ്സിലെ ചലഞ്ചസിനെ കുറിച്ചും അതിന്റെ സൊല്യൂഷനുകളെ കുറിച്ചുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ 2 വീഡിയോകളും കാണാത്ത ആളുകൾ ആ വീഡിയോകൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾക്ക് അതിനൊരു ഫ്ലോ കിട്ടില്ല. കാരണം എന്തൊക്കെയാണ് നമ്മൾ നേരിടുന്ന ചലഞ്ചസ്, അതിന് എന്തൊക്കെയാണ് സൊല്യൂഷനുകൾ കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊരു ബിസിനസ് നമ്മൾ നടത്തുമ്പോഴും അതിന്റെ പ്രോഫിറ്റബിലിറ്റി വലിയ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ നമ്മളൊരു ചാരിറ്റി ആയിട്ടൊന്നല്ലല്ലോ ബിസിനസ്സുകൾ നടത്താറുള്ളത്. ബിസിനസ്സുകൾ എപ്പോഴും നടത്തുന്നത് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ബിസിനസിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു ട്രേഡിംഗ് ബിസിനസ് അല്ലെങ്കിൽ ഒരു ഗ്രോസറി ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തെ അതിന്റെ ചിലവുകളെല്ലാം ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ഒരു പ്രോഫിറ്റും ആഡ് ചെയ്തുകൊണ്ട് വിൽപ്പന നടത്താൻ നമുക്ക് കഴിയുമ്പോഴാണ് ആ ബിസിനസ്സിൽ പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലോങ് ടൈമിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിയുള്ളൂ. എന്നാൽ ഇന്നത്തെ ഗ്രോസറി ബിസിനസ്സുകളുടെ അവസ്ഥ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ബിസിനസ്സുകൾ ഭൂരിഭാഗവും പ്രോഫിറ്റബിലിറ്റി ഇല്ലാതെ ഒരു ജോലി എന്നുള്ള നിലയ്ക്ക് ആ ബിസിനസ് ഓണർ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് മാറി ബിസിനസ്സിനൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കണം. ആ ബിസിനസ്സിനെ നല്ല രൂപത്തിൽ സക്സസ് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്? നമ്മൾ പ്രൈസിങ് നിശ്ചയിക്കുന്നതിന് ഒരു മാനദണ്ഡം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഗ്രോസറി ബിസിനസ്സിൽ പ്രത്യേകിച്ച് പ്രൈസിങ് നിശ്ചയിക്കുന്നതിന് സാധാരണഗതിയിൽ ഒരു ഗ്രോസറി ബിസിനസ് ഉടമ ചെയ്യാറുള്ളത് തൊട്ടടുത്ത ബിസിനസ്സുകാരൻ എത്ര രൂപയ്ക്ക് വിൽക്കുന്നുവോ ആ വില അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കുറച്ചുള്ള ഒരു വില നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പൊ തൊട്ടടുത്തുള്ള ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ ഒരു സ്വന്തം റൂമിലൊക്കെ ആയിരിക്കും അയാൾ ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. അയാൾ വാടക പോലും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കുള്ള ഒരു കൂലി മാത്രമായിട്ട് കണ്ടിട്ടൊക്കെ ആയിരിക്കും അദ്ദേഹം ബിസിനസ് ചെയ്യുന്നത്. ഇദ്ദേഹം ഇവിടെ വാടക കൊടുക്കണം, ഇദ്ദേഹത്തിന്റെ സ്റ്റാഫിന് ശമ്പളം കൊടുക്കണം, ഇതൊക്കെ കൊടുത്തോണ്ടായിരിക്കും ഇദ്ദേഹം ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. ഇതൊന്നും പരിഗണിക്കാതെ ഇദ്ദേഹം വില നിശ്ചയിക്കും, ഇദ്ദേഹം വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കും. ഇദ്ദേഹം അവസാനം വരുമ്പോൾ അവസാനം വരുന്ന സമയത്ത് വാടക കൊടുക്കാനും ശമ്പളം കൊടുക്കാനും യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാനും പണമില്ലാതെ ഇദ്ദേഹം എന്താക്കും? കടം വാങ്ങി ബിസിനസ്സിൽ ഇറക്കേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ റോളിങ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വരും, അല്ലെങ്കിൽ വെണ്ടേഴ്സിന് പണം കൊടുക്കാതെ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിറവേറ്റി മുമ്പോട്ട് പോകേണ്ട അവസ്ഥ വരും. പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവില്ല ബിസിനസ്സിൽ. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ബിസിനസ്സിലെ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ രൂപപ്പെടുത്തണം. പ്രത്യേകിച്ച് റീറ്റെയിൽ ബിസിനസ്സുകളിലെ പ്രൈസിങ് സ്ട്രാറ്റജികൾ നമ്മൾ രൂപപ്പെടുത്തുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പ്ലസ് നമ്മളുടെ യൂട്ടിലിറ്റി എക്സ്പെൻസുകൾ പ്ലസ് നമ്മളുടെ പ്രോഫിറ്റ്, ഈ രൂപത്തിലേക്ക് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷെ ഇങ്ങനെ വില നിശ്ചയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കോമ്പറ്റേറ്റർ എങ്ങനെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആ കോമ്പറ്റേറ്ററോട് കോമ്പറ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൈസിങ് നമ്മൾ കൊണ്ടുവരാൻ കഴിയണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനെ കൃത്യമായിട്ട് നമ്മൾ ഫൈൻഡ് ചെയ്തിരിക്കണം അവിടെ. അതിനനുസരിച്ച് വേണം നമ്മൾ അവിടുത്തെ പ്രൈസിങ് സ്ട്രാറ്റജി ഫോം ചെയ്യാൻ. കാരണം നമ്മുടെ കോമ്പറ്റേറ്ററുടെ പ്രൈസിങ് സ്ട്രാറ്റജി രൂപപ്പെടുത്തിയിരിക്കുന്നത് ലോവർ ക്ലാസ് കസ്റ്റമേഴ്സിലൂടെയാണ്. അവർ മിഡിൽ ലോവർ ക്ലാസ് കസ്റ്റമേഴ്സിലേക്കായിരിക്കും ചിലപ്പം പ്രൈസിങ് സ്ട്രാറ്റജി കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. പ്രീമിയം കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ മിഡിൽ അപ്പർ ക്ലാസ് കസ്റ്റമേഴ്സിലേക്ക് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു മാർക്കറ്റ് ക്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. ആ മാർക്കറ്റ് ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബിസിനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യണം. ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ പ്രോഫിറ്റബിലിറ്റി വർദ്ധിക്കും. കാരണം അദ്ദേഹം വിൽക്കുന്ന പ്രൊഡക്റ്റുകളല്ല നമ്മൾ ഇവിടെ വിൽക്കുക. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സ് മാറി എൻറ്റയർലി യൂണീക്ക് ആയിട്ടുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകളിലേക്ക് നമ്മൾ മാറും. അപ്പൊ അത്തരം കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീഷൻ കുറയും, ഇവിടെ പ്രോഫിറ്റ് കൂടും. അപ്പൊ ഇത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയണം. പ്രോഫിറ്റബിലിറ്റി ഇല്ലാതെ
ബിസിനസ്സിനെ ഒരിക്കലും നമുക്ക് ലോങ് ടൈമിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ന് റീറ്റെയിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് പറയുന്നതിൽ ഒരു ഭൂരിഭാഗം ആളുകളും ബിസിനസ്സിൽ പരാജയപ്പെടുകയും വലിയ കടബാധ്യതകളിലേക്ക് പോവുകയും ചെയ്യുന്നത് ഈ പ്രൈസിങ് സ്ട്രാറ്റജികൾ കൃത്യമായിട്ട് ഉപയോഗിക്കാതെ ബിസിനസ്സിലെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. നന്ദി. നമുക്ക് അടുത്ത മറ്റ് നല്ലൊരു ബിസിനസ് വിശേഷവുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.